നമസ്കാരം, വെൽക്കം ടു മലബാർ കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു സൈസിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് വലിയ ജീരകം അഥവാ നമ്മൾ പെരിഞ്ജീരകം എന്നൊക്കെ പറയുന്നില്ലേ, അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണിലും കുറവ് മതിയാകും. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. നല്ല സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് അതിനനുസരിച്ച് ഉപയോഗിക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുഴുവനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഏതെങ്കിലും ഒരു എണ്ണ, വെളിച്ചെണ്ണയോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ അതായത് സൺഫ്ലവർ ഓയിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഇത് കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ മതിയാകും. അരമണിക്കൂറിന് ശേഷം ഒരു പാനിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതായത് സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ നാടൻ വെളിച്ചെണ്ണയിലോ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഉരുളക്കിഴങ്ങ് ചേർക്കുക. ഇനി ഇത് നല്ലതുപോലെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നല്ല രീതിയിൽ കുക്കായി കിട്ടും. വെന്തോന്ന് നോക്കുന്നതിനായിട്ട് ഒന്നുകിൽ നമ്മുടെ കത്തിയുടെ അറ്റം കൊണ്ടോ അതല്ലെങ്കിൽ സ്റ്റിക്ക് കൊണ്ടോ ഒന്ന് ജസ്റ്റ് കുത്തി നോക്കിയാൽ മതിയാകും. ഇതിലാകെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യരുത്. അപ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉൾഭാഗം വെന്ത് കിട്ടുമില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം നിങ്ങൾ ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് ഇത് വെന്ത് കിട്ടും. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലോട്ടേക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത അതേ എണ്ണയിലോട്ട് ഒരു ചെറിയ സവാള അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്ന രീതിയിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മൾ ഈ ചപ്പാത്തിയുടെ ഒരു കറിയായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനിതിലോട്ടേക്ക് ഒരു 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു തൈരിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ നേരത്തെ താളിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലുള്ള മിക്സ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ചെറിയൊരു പുളിയും ഉപ്പും അത്യാവശ്യം സ്പൈസിയൊക്കെ ആയിട്ട് ചപ്പാത്തിയുടെ കൂടെ ബെസ്റ്റ് കോംബോ എന്ന് തന്നെ പറയാം ഈ ഒരു ഡിഷ്. ഇതിന് ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ വഴുതനങ്ങ വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യാം. പക്ഷേ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു ടേസ്റ്റ് വേറെ ലെവലാണെന്ന് തന്നെ പറയാം. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും നിങ്ങൾ ചപ്പാത്തിയുടെ കൂടി ഒരു ഡിഷ് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ലൊരു സിമ്പിൾ റെസിപ്പിയെ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.